സർ, ഇവിടെ ബഹുമാനായ അംഗം എന്തെല്ലാമോ ചില കാര്യങ്ങൾ പറയാനുള്ള ശ്രമത്തിലായിരുന്നു. എന്താ പറ്റിയ? ആ ഓ അപ്പൊ നിങ്ങളത് നടത്തിക്കോളൂ എന്നാണല്ലേ? അത് നടത്തിക്കോളൂ എന്നാണല്ലേ? നടത്തിക്കോളും. അതല്ലേ സിഗ്നൽ. പ്രതിപക്ഷ മുഖ്യമന്ത്രി സംസാരിക്കല്ല. അവിടെ മുഖ്യമന്ത്രി സംസാരിക്കാൻ. ഒരു വേണ്ടത്ര നല്ല രീതിയിൽ ഷംസുദ്ദീൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ബഹളമുണ്ടാക്കി പ്രശ്നമാക്കാന്നാണ് ധാരണ. ഈ രീതിയിൽ കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കുറവല്ല, കേരളത്തിന്റെ അവസ്ഥയുടെ സ്ഥിതിയാണ്. ഏതെങ്കിലും ചില സംഭവങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് വല്ലാതെ ഇവിടെ ക്രമസമാധാനമാകെ തകർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചിത്രമായിട്ട് വരില്ല. അതാണ് കേരളത്തിന്റെ അനുഭവം. അതിനെ മറ്റു തരത്തിൽ മാറ്റി തീർക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിക്കണ്ടെന്ന് മാത്രമേ എനിക്കത് സംബന്ധിച്ച് ആദ്യം പറയാനുള്ളൂ. കൊള്ളുന്നുണ്ടല്ലോ, അതല്ലേ കാണിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പ്രതിപക്ഷ നേതാവിനെ എഴുന്നേൽക്കുന്ന നില വന്നത്. നിങ്ങൾക്ക് ഇത്രയും ചെറിയൊരു വാചകം പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ എന്താകുന്നു എന്നാണ് ചിന്തിക്കേണ്ടത്. കേട്ടോ, എവിടത്തേക്കാണ് എത്തുന്നത്? ഞാൻ വേറൊന്നും പറഞ്ഞില്ലല്ലോ. ചെറിയ തുടങ്ങുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് വല്ലാതെ പൊള്ളുകയാണല്ലോ. എന്തിനാണ് അങ്ങനെ പൊള്ളുന്നത്? സർ, ഇവിടെ നെന്മാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്നത് നേരത്തെ കൊടുത്ത ഉത്തരവായിരുന്നു. അതാണ് പിന്നീട് നെന്മാറ പഞ്ചായത്ത് പരിധിയിൽ പ്രവേശിക്കരുത് എന്ന ഇളവായി കോടതി മാറ്റിയത്. അപ്പോൾ ആ ഇളവ് അനുവദിക്കുന്നത് കോടതി തന്നെയാണ്. അതിനെയും പോലീസ് എതിർക്കുന്ന നില തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് ധാരാളം പേർ ജാമ്യത്തിൽ ഇറങ്ങുന്നുണ്ട്. ജാമ്യ വ്യവസ്ഥയിൽ കഴിയേണ്ടവരാണവർ. പക്ഷെ അങ്ങനെയുള്ള ആളുകളിൽ കുറെ പേര് ജാമ്യവ്യവസ്ഥ ലംഘിക്കുന്നുണ്ട്. സർ, ജാമ്യവ്യവസ്ഥ ലംഘിച്ചാൽ പോലീസിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്? ഇതിനെക്കുറിച്ച് ഗൗരവമായി ചിന്തിക്കേണ്ട കാര്യമാണ്. അത് പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ള വ്യത്യാസം മാത്രം വെച്ച് ചിന്തിക്കേണ്ട കാര്യമല്ല. പോലീസ് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തൽ മാത്രമാണ്. കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് കോടതിയാണ് തീരുമാനം എടുക്കേണ്ടത്. ജാമ്യം കോടതി അനുവദിച്ചതാണ്. സാധാരണഗതിയിൽ ഇപ്പം അവിടുന്ന് ആരോ ഇടക്ക് പറഞ്ഞല്ലോ അറസ്റ്റ് ചെയ്തുകൂടെ. അങ്ങനത്തെ അധികാരം സാധാരണഗതിയിൽ പോലീസിനുണ്ടോ? കോടതി അനുവദിച്ച ജാമ്യത്തിൽ ആ ജാമ്യാവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവെക്കാൻ പോലീസിന് അധികാരമുണ്ടോ? ആ അധികാരം പോലീസിന് കൊടുക്കുന്നതിനോട് സാധാരണഗതിയിൽ നിങ്ങൾക്ക് യോജിപ്പാണോ? ഏതെങ്കിലും ഒരു കേസിനെ മാത്രം ആസ്പദമാക്കിയല്ലോ കാര്യങ്ങൾ കാണേണ്ടത്. കേരളത്തിലാകെയുള്ള സംഭവങ്ങളെയല്ലേ നോക്കേണ്ടത്. സ്വതവേ ജാമ്യാവസ്ഥ ലംഘിച്ചു എന്നതിന്റെ മേലെ നടപടിയെടുക്കാൻ പോലീസിന് പൂർണ്ണ അധികാരം കൊടുക്കാമോ? അത് ചിന്തിക്കേണ്ട കാര്യമല്ലേ, ചർച്ച ചെയ്യേണ്ട കാര്യമല്ലേ, ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമല്ലേ. ഇപ്പോ ചെന്താമരയുടെ കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഷംസുദ്ദീൻ പറഞ്ഞ കാര്യങ്ങളിൽ ആർക്കാ വിയോജിപ്പുള്ളത്? അയാള് കൊല നടത്തി, വീണ്ടും കൊല നടത്തുന്നു. പോലീസോൻ കസ്റ്റഡിയിലെടുത്ത് പോകുമ്പം തന്നെ ആരെയോ കണ്ടപ്പോ നിന്നെ വെറുതെ വിട്ടുപോയിന്നോ, എന്താ നിന്നെ കിട്ടിയില്ലെന്നോ എന്തോ പറയുന്ന ഒരവസ്ഥ സ്വീകരിച്ചു എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ലേ? അന്നേരവും ഭീഷണിപ്പെടുത്തില്ലേ? ഈ കൊലപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം പറയാൻ തയ്യാറാകില്ലേ?
അതൊരു പ്രത്യേക മാനസിക പ്രകൃതക്കാരനാണെന്ന്, ക്രിമിനലിന്റെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാളാണെന്നല്ലേ അതിന് കാര്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. അത്തരം കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പ് ഇവിടെ ഇല്ലാലോ. എന്താ ഞാൻ ചെന്താമരയെ ന്യായീകരിക്കാൻ നിൽക്കുക? ചെന്താമരയെ ന്യായീകരിക്കാനാണോ സർക്കാർ നിൽക്കുന്നത്? ചെന്താമരയെ ഏതെല്ലാം തരത്തിൽ പെട്ടെന്ന് പിടികൂടാൻ പറ്റുമോ ആ നടപടികളൊക്കെ സ്വീകരിച്ചല്ലോ. പിന്നെ അതിനകത്ത് പോലീസിന്റെ ഭാഗത്ത് വന്ന വീഴ്ച എന്ന് പറയുന്നത്, ഇത്തരമൊരു പരാതി കിട്ടിയപ്പോൾ ആ പരാതി അതീവ ഗൗരവമായിട്ട് കൈകാര്യം ചെയ്യണമായിരുന്നു. അത് ജാമ്യത്തിലിറങ്ങിയ ഒരാളുടെ കാര്യം മാത്രമായിട്ടല്ല വരുന്നത്. അയാൾ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന പരാതിയാണ് വരുന്നത്. അതിന്റെ മേലെയുള്ള നടപടി പോലീസ് സ്വീകരിക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് വെറുതെയാണോ സസ്പെൻഡ് ചെയ്തത്? എന്താണ് നിങ്ങൾ അത് കാണാത്തത്? ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തുകയല്ലേ. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എന്തൊക്കെ വരുമെന്ന് ഇപ്പൊ നിങ്ങൾക്ക് അതിനെ അറിയാം. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടെത്തണ്ടേ? കുറ്റവാളികളെ കുറ്റവാളിയെന്ന് നമ്മൾ ഇപ്പോ കരുതുന്ന ഒരാളെ, അതാണല്ലോ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്ത കാര്യം, തെറ്റായ കാര്യങ്ങൾ ചെയ്തു എന്ന്. ആ തെറ്റിനെ കുറിച്ച് മൂടിവെക്കാൻ തയ്യാറായോ? സംരക്ഷിക്കാൻ തയ്യാറായോ? നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? ആ നടപടിയുടെ ഭാഗമായി ഇനി എങ്ങനെയൊക്കെ വരുമെന്നത് അതിന്റെ അന്വേഷണത്തിന്റെ ശേഷമല്ലേ പറയാൻ പറ്റൂ. ഫലപ്രദമായ അന്വേഷണ സംവിധാനമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ചെന്താമരയെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. ശക്തമായ നടപടി ഇക്കാര്യത്തിൽ സ്വീകരിച്ചു വരികയാണ്. അതിന് അങ്ങേയറ്റം ശിക്ഷ ഉറപ്പാക്കാവുന്ന നടപടികൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയും ചെയ്യും. ഇവിടെ പത്തനംതിട്ടയിലെ പ്രശ്നം അതും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഒരു സംശയം അതിലില്ല. ഒരു വിവാഹ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് തല്ലുകൊള്ളാനിടയായി. അതിലൊരു യുവതിക്ക് തല്ലുകൊണ്ടു, അവർ പരാതിപ്പെട്ടു. അതിന്റെ മേലെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെ അവിടെ പോലീസ് SI അടക്കം ആളുകളെ സസ്പെൻഡ് ചെയ്ത നിലയും സ്വീകരിച്ച് മറ്റ് അന്വേഷണങ്ങൾ നടന്നു വരികയാണ്. ഇതെല്ലാം ഇതിന്റെ ഭാഗമായി തുറന്നു വരികയാണ്. സർ, തെറ്റായൊരു കാര്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് സംഭവിച്ചാൽ ആ സംഭവിക്കുന്നതിനോട് സ്വീകരിക്കുന്ന സമീപനമെന്ത്? അതല്ലേ പ്രശ്നം. ആ സംഭവത്തെ ന്യായീകരിക്കാൻ ഏതെങ്കിലും ഘട്ടത്തിൽ സർക്കാർ തയ്യാറായോ? ആ സംഭവത്തെ ഗൗരവമായി കണ്ട് അത് തെറ്റാണെന്ന് കണ്ട് ആ തെറ്റിന്റെ മേലെ നടപടിയെടുക്കാനല്ലേ തയ്യാറായത്? അതാണ് സർക്കാരിന്റെ പ്രത്യേകത. ഒരു തെറ്റിനെയും ന്യായീകരിക്കില്ല, ഒരു തെറ്റിനെയും അംഗീകരിക്കില്ല. ഏത് പോലീസ് ഉദ്യോഗസ്ഥനായാലും തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തവർക്കെതിരെ കർക്കശമായ നടപടിയുമുണ്ടാകും. ഇവിടെ ഇതിന്റെ മേലെ പോലീസ് ആകെ വെളിവില്ലാത്തതായി എന്ന് പറഞ്ഞാൽ പോലീസിന് ചാർത്തിക്കൊടുക്കാൻ പറ്റുന്ന എന്തെല്ലാം ബഹുമതികൾ നമ്മുടെ നാട്ടിലുണ്ട്. സംഭവം തെറ്റായ കാര്യം നടന്നാൽ ആ തെറ്റിനെ തെറ്റായി തന്നെ കാണണം. ആ തെറ്റിനെതിരെ കർക്കശ നടപടിയെടുക്കുക. ഇതാണ് സർക്കാർ ചെയ്തു പോകുന്ന കാര്യം. ഇവിടെ ഒരു പോലീസുകാരൻ ഒരു 82 വയസ്സുകാരിയെ വീട്ടിൽ പൂട്ടിയിട്ട സംഭവം അദ്ദേഹം പറയുകയുണ്ടായി. അത് അങ്ങേയറ്റം ഹീനമായൊരു സംഭവമാണ് എന്ന് പൊതുസമൂഹം തന്നെ കണക്കാക്കിയതാണല്ലോ. അതൊക്കെ പോലീസിന്റെ ഒരു സ്വഭാവമായിട്ടല്ലല്ലോ വരുന്നത്. നാട്ടിലുള്ള ക്രിമിനൽ വാസനയുള്ള ചില ആൾക്കാരുണ്ട്. അതിന്റെ ഭാഗമായി നടന്നൊരു കാര്യമായിട്ട് മാത്രമല്ലേ അതിനെ കാണാൻ പറ്റൂ. ഇവിടെ ഒരു DYSP മദ്യപിച്ച് വാഹനമോടിച്ചു എന്ന് വെച്ച് പോലീസുകാരാകെ മദ്യപിക്കുന്നവരാണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അതിനെ പോലീസിന്റെ ഒരു സ്വഭാവമായിട്ട് മാത്രം കണക്കാക്കാൻ പറ്റൂ. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് മദ്യലഹരി ഇതിന്റെ ഭാഗമായി വല്ലാതെ വർദ്ധിക്കുന്നു, അതിന് പോലീസ് കൂട്ടുനിൽക്കുന്നതാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്? അക്കാര്യത്തിലൊക്കെ ശക്തമായ നടപടി തന്നെ സ്വീകരിച്ചു പോകുന്നതല്ലേ നമ്മുടെ നാടിന്റെ അനുഭവം. പോലീസ് ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന കാലം കഴിഞ്ഞു. ഇപ്പോൾ ഗൂണ്ടകൾക്കെതിരെ കർക്കശമായ നടപടികളാണ് സ്വീകരിച്ചു പോകുന്നത്. സംസ്ഥാനത്താകെ ഫലപ്രദമായ നടപടികൾ സ്വീകരിച്ചു പോകുന്നുണ്ട്. ഒരു തരത്തിലും അവരെ സംരക്ഷിക്കുന്ന, ഗൂണ്ടകളെ സംരക്ഷിക്കുന്ന നില നമ്മുടെ സംസ്ഥാനത്തേതായാലും നിലനിൽക്കുന്നില്ല. സർ, അധോലോകത്തിന്റെ കാര്യമൊന്നും നമ്മുടെ കേരളത്തിൽ പറഞ്ഞ് അത്തരം ഒരു ഭീതി പടർത്താനൊന്നും കഴിയുന്ന സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ത്യയിലെ
ഏറ്റവും ക്രമസമാധാന നില ഭദ്രമായ സംസ്ഥാനമാണ് കേരളം. ആ നില നമ്മൾ മറന്നുപോകരുത്. ഇവിടെ പോലീസ് ക്രിമിനൽവൽക്കരിക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. സർ, എത്ര മികവാർന്ന കാര്യങ്ങളാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട അംഗത്തിന് അറിയാത്ത കാര്യമാണ്. പിന്നെ കൈക്കൂലി ഡിജിറ്റൈസ് ചെയ്തതിനെ പറ്റി പറഞ്ഞു. അത് വയനാടിനെ നോക്കി പറഞ്ഞതായിരിക്കും എന്നാണ് തോന്നുന്നത്. അവിടെയാണല്ലോ റെസീറ്റ് കൊടുത്തിട്ട് കൈക്കൂലി സമ്പ്രദായം തുടങ്ങിയത്. അതാണോ മനസ്സിലുണ്ടായതെന്ന് അറിയില്ല. അതായിരിക്കും ചിലപ്പോൾ അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചതെന്നാണ് തോന്നുന്നത്. നമ്മുടെ ഒരു ക്രിമിനൽ സംഭവം നടന്നാൽ ഒരാളെ വെട്ടി കൊന്നു, അത് വെട്ടി നുറുക്കി എന്നൊക്കെ പറയുന്ന കാര്യം ശരിയാണ്. അതിന്റെ മേലെയുള്ള നടപടികൾ സ്വീകരിച്ചു പോകില്ലേ? എന്തിനാണ് പോലീസിനെ ഈ തരത്തിൽ വല്ലാതെ ആക്ഷേപിക്കുന്ന നില സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല. പോലീസിന്റെ പ്രത്യേകതകൾ ഞാൻ കൂടുതലായി പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ സംസ്ഥാനത്ത് ഏതെല്ലാം തരത്തിലുള്ള സംഭവങ്ങളിൽ പോലീസ് നടപടികൾ സ്വീകരിച്ചു എന്നുള്ളത്, ഇവിടെ സൈബർ കുറ്റകൃത്യങ്ങളടക്കം നല്ല രീതിയിൽ കണ്ടെത്താൻ പോലീസ് ശ്രമിക്കുന്ന കാര്യം നമ്മുടെയെല്ലാം കൺമുന്നിലുള്ള വസ്തുതയല്ലേ. ഇപ്പോ നമ്മുടെ സംസ്ഥാനം വർഗീയ ലഹളയില്ലാത്തൊരു സംസ്ഥാനമായി നിലനിൽക്കുന്നു. അതിനിടയാക്കുന്നതിൽ പോലീസിന്റെ പങ്കുമില്ലേ? നമുക്കത് നിഷേധിക്കാൻ കഴിയുമോ? ഇവിടെ പല കാര്യങ്ങളിലും ജനസൗഹൃദമായ ഇടപെടലുകൾ നടത്തുന്ന പോലീസിനെയല്ലേ സംസ്ഥാനത്ത് പൊതുവെ കാണാൻ കഴിയുന്നത്. കുറ്റം ആര് ചെയ്താലും അവർക്കെതിരെ കർക്കശമായ നടപടികൾ സ്വീകരിക്കുന്ന പോലീസിനെയാണല്ലോ നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതേസമയം തെറ്റായ രീതി പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായാൽ അത് അംഗീകരിക്കാത്ത സമീപനം സർക്കാർ സ്വീകരിക്കുന്നു. എല്ലാ നിയമപരമായ നടപടികൾക്കും പിന്തുണയും നൽകുന്നു. ഇതാണല്ലോ കേരളത്തിൽ പോലീസിന് മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സാധിക്കുന്ന നിലയുണ്ടാക്കുന്നത്. സമൂഹത്തോട് നല്ല പ്രതിബദ്ധത പുലർത്തിക്കൊണ്ട് പ്രവർത്തിച്ചു പോകാനുള്ള അന്തരീക്ഷമാണ് കേരളത്തിലുള്ളത്. അതിന് പോലീസിനെ കൂടുതൽ കൂടുതൽ പ്രാപ്തമാക്കുന്ന നടപടികളാണ് നാം സ്വീകരിച്ചു പോകുന്നത്. അതിന്റെ ഭാഗമായി നല്ല തോതിൽ ജനകീയ സേന എന്ന പേര് അന്വർത്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പോലീസ്. ഇവിടെ നല്ല രീതിയിലുള്ള ഇടപെടലിന്റെ ഭാഗമായി വിവിധ കേസുകളിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ പോലീസിന് കഴിയുന്നുണ്ട് എന്നതും നാം കാണേണ്ടതില്ലേ? അതിൽ പോലീസിന്റെ ഒരു റോള് കൂടി നാം പ്രത്യേകം കാണേണ്ടേ? ഇപ്പോ 2015 ഹരിപ്പാട്ടെ ജലജ സുരൻ വധിക്കപ്പെട്ട കേസുണ്ടായത്. വർഷങ്ങളോളം തെളിയിക്കാതെ കിടന്നായിരുന്നല്ലോ. കേസ് CBIക്ക് കൈമാറി സർക്കാർ ഉത്തരവായിരുന്നതാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിന്റെ വിശദമായ അന്വേഷണത്തിലല്ലേ അത് തെളിയിക്കപ്പെട്ടത്. ഇപ്പോൾ കൂടത്തായി കൊലപാതക പരമ്പര ഏറെ ചർച്ച ചെയ്യപ്പെട്ടൊരു കേസായിരുന്നില്ലേ? വർഷങ്ങൾക്ക് ശേഷമാണ് ആ ദുരൂഹ മരണങ്ങൾ കൊലപാതകമാണ് എന്ന് പോലീസ് കണ്ടെത്തിയത്. ഇപ്പോൾ പാമ്പ് കടിയേറ്റ് ഭാര്യ മരിച്ചു എന്ന് ഭർത്താവിന്റെ വാദം അത് കള്ളമാണെന്ന് തെളിയിച്ചതും അതിൽക്കാവശ്യമായ നടപടികൾ സ്വീകരിച്ചതും അങ്ങനെ കുപ്രസിദ്ധമായ ഉത്ര കൊലക്കേസ്, ആ കാര്യം നമ്മുടെ സംസ്ഥാന പോലീസല്ലേ കൈകാര്യം ചെയ്തത്. ഓയൂരിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ പ്രതികൾ മണിക്കൂറുകൾക്കകം പോലീസിന് പിടികൂടാൻ കഴിഞ്ഞില്ലേ? അതിൽ ജനങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും പോലീസും എല്ലാം ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന കാഴ്ചയല്ലേ നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായ ഷാരോൺ കൊലക്കേസ് ശാസ്ത്രീയമായ തെളിവുകൾ, സൈബർ തെളിവുകളെല്ലാം ശേഖരിച്ച് ആസൂത്രിത കൊലപാതകമാണെന്ന് കോടതിയിൽ തെളിയിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനായില്ലേ? ഈ കേസിന്റെ അന്വേഷണം കേരള പോലീസിന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്ന് കോടതിയിൽ സ്ഥാപിക്കാനും ശക്തമായ ഇടപെടലാണ് സർക്കാർ നടത്തിയത്. സർക്കാർ എന്നും ഇരയോടൊപ്പമാണ് എന്ന നിലപാട്
ആവർത്തിച്ചുറപ്പിക്കുന്നതാണ് സർക്കാരിന്റെ ഈ നിലപാട്. അപ്പോ പോലീസിന് ഒരുപാട് നന്മകൾ ചെയ്യാൻ കഴിയുന്നുണ്ട്, ഫലപ്രദമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട്. വീഴ്ചകൾ ചിലത് സംഭവിക്കുന്നുവെന്നത് അത് ഗൌരവമായി കണ്ട് ഈ നന്മകളും നല്ല കാര്യങ്ങളും ചെയ്യുന്നു എന്നതിന്റെ മേലെ ആരെങ്കിലും ഒരാൾ വീഴ്ച കാണിച്ചാൽ, ഏതെങ്കിലും ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നാൽ അത് മറച്ചുവെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ ഉള്ള നടപടിയല്ല ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കർക്കശമായ നടപടി സ്വീകരിക്കും. എന്നാൽ നിയമപരമായി നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സർവ്വവിധ പിന്തുണയും നൽകുകയും ചെയ്യും. ആദ്യം പറഞ്ഞതുപോലെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നം ഇതിനകത്ത് ഉദിക്കുന്നില്ല.